ബെസ്റ്റ് പോയി കിടന്നു കൊടുത്തു, വയറ്റിലായപ്പോൾ പീഡനമായി. ഇതൊരു ന്യൂസിന്റെ താഴെ വന്ന കമന്റാണ്. തിരുവനന്തപുരത്ത് +1 വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി 19-കാരൻ പിടി. ഒരു പോക്സോ കേസിന്റെ ന്യൂസാണിത്. പെൺകുട്ടിയുടെ പ്രായമൊന്നും കൊടുത്തില്ല, പക്ഷേ ഇത് പോക്സോ കേസാണെന്ന് ഈ ഒരു ന്യൂസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇഷ്ടം പോലെ പോക്സോ കേസുകൾ എല്ലാ ദിവസവും നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളത് ഇതുപോലത്തെ പോസ്റ്റുകളുടെ അടിയിൽ വരുന്ന കമന്റുകളാണ്. കാമം രണ്ടുപേർക്കും ഒരുപോലെയല്ലേ, സൂചി അനങ്ങിയാൽ നൂല് കയറില്ല, പഴിയെന്നും ആണിന് മാത്രം, കിടന്നുകൊടുത്ത പുണ്യാവതി, ആഹാ നിയമം, അവൾക്ക് പങ്കില്ലേ ഇതിൽ, കിടന്നുകൊടുത്തു അത്ര തന്നെ. എന്തായാലും കമന്റ് ഇടുന്നതിൽ ജെൻഡർ ഇക്വാലിറ്റി ഉണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഒരേ സ്വരത്തിലാണ് ഈ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ പറയുന്നത്. നിങ്ങൾക്കൊന്നും പോക്സോ കേസ് എന്താണെന്ന് ശരിക്കും അറിയില്ലേ? എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. പോക്സോ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് എന്നാണ്. അതായത് ലൈംഗിക ചൂഷണത്തിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കാനുള്ള ഒരു ലോ ആണത്. കുട്ടികൾ എന്ന് പറയുമ്പോൾ 18 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും കുട്ടികളായിട്ടാണ് കാണുന്നത്. ഈ ഒരു കേസിൽ ആ പെൺകുട്ടിക്ക് 18 വയസ്സിന് താഴെയാണ് പ്രായം. അതുകൊണ്ടാണ് പോക്സോ ആക്ട് അപ്ലൈ ആയിരിക്കുന്നത്. ഈ പോസ്റ്റിന് താഴെ അനാമിക പറഞ്ഞിരിക്കുന്നത് കാമം രണ്ടുപേർക്കും ഒരുപോലെയല്ലേ. അനാമിക, കാമം രണ്ടുപേർക്കും ഒരുപോലെയാണ്. രണ്ടുപേരും ഒരു പ്രായപൂർത്തിയായ ആൾക്കാരാണെങ്കിൽ, പ്രായപൂർത്തി ആയില്ലെങ്കിൽ ഒരുപോലെ അല്ല. രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടെയാണ് എന്ന് വരെ പെൺകുട്ടി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആൺകുട്ടി പറയുകയാണ്, പക്ഷെ അവർക്ക് പ്രായമായിട്ടില്ല അല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതിനെ ആയിട്ടാണ് കാണുക. ഇതിൽ വർഷ ഒരു കാര്യം പറയുന്നുണ്ട്, കൂട്ടുത്തരവാദിത്തോടെ നടന്നൊരു കാര്യമാണ്. അല്ല, ഇതിൽ പെൺകുട്ടിക്ക് പ്രായമായിട്ടില്ല, അതുകൊണ്ട് കൂട്ടുത്തരവാദിത്തം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള പ്രായം പോലും ആ കൊച്ചിനായിട്ടില്ല. അതുകൊണ്ടാണ് ഇതിൽ പോക്സോ കേസ് അല്ലെങ്കിൽ പോക്സോ കേസ് വന്നത്. രണ്ടുപേരും ഒരേപോലെ കുറ്റക്കാരാണ്. പെണ്ണിൻ്റെ മൗനാനുവാദത്തോടെ അവൻ ചെയ്തു. അനുവാദം കൊടുക്കുന്നത് നിങ്ങൾ കണ്ടോ അല്ലെങ്കിൽ കേട്ടോ? ഇനി അങ്ങനെ ഒരു അനുവാദം കൊടുത്താൽ, അല്ലെങ്കിൽ ആ ഒരു കൊച്ച് അനുവാദം തന്നെ കൊടുത്തു എന്ന് തന്നെ വെക്കട്ടെ, അത് വാലിഡ് അല്ല. കാരണം ആ കൊച്ചിന് പ്രായമായിട്ടില്ല, 18 വയസ്സായിട്ടില്ല, അതൊരു കുട്ടിയാണ്. പോക്സോ ആക്ട് പ്രകാരം ഇനിയിപ്പോൾ അവർ സമ്മതത്തോടുകൂടിയാണെന്ന് പറഞ്ഞാലും അതിനെ റേപ്പായിട്ട് തന്നെ കാണുക. നമ്മൾ ആദ്യം കണ്ട കമൻറ്റ്, മുഹമ്മദ് സലീം പറഞ്ഞ കമൻറ്റ്, ബെസ്റ്റ് പോയി കിടന്നു കൊടുത്തു, വയറ്റിലായപ്പോൾ പീഡനമായി. ഇവർ ബെസ്റ്റിയാണെന്ന് നിങ്ങൾ അറിഞ്ഞോ? നിങ്ങൾക്ക് നേരിട്ട് പരിചയമുള്ള ആൾക്കാരാണോ ഇവരൊക്കെ? വയറ്റിലായപ്പോൾ പീഡനമായി. അതൊരു കുട്ടിയാണ്, അതൊരു കൊച്ചുകുട്ടിയാണ്, +1 പഠിക്കുന്ന കുട്ടിയാണ്. ഈ ന്യൂസ്, ഈ ഒരു കമൻ്റ് ഇടുമ്പോൾ നിങ്ങൾ ഈ ന്യൂസ് വായിച്ചില്ലേ? അതോ അങ്ങനെ ഒരു തോട്ട് തന്നെ മനസ്സിൽ പോയിട്ടില്ലേ? +1 കുട്ടി ഒരു ചെറിയ കുട്ടിയാണെന്നോ? അതോ ആ കൊച്ചൊരു മൈനറാണെന്നോ? എനിക്കറിയില്ല. ഈ ഒരു കേസിൽ ഈ പെൺകുട്ടി 1.5 മാസം ഗർഭിണിയായിരുന്നു. ഈ ഒരു സംഭവം പറഞ്ഞ് വീട്ടുകാരാണ് അവരെ ആശുപത്രിയിലെത്തിച്ചത്. ആശുപത്രിക്കാരാണ് പോലീസിനെ അറിയിച്ചത്. കാരണം കൊച്ചിന് പ്രായമായിട്ടില്ല. അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ, അങ്ങനെ ഒരു കേസ് വരുമ്പോൾ പോലീസുകാർ തന്നെ ഈ ഒരു കേസ് ഫയൽ ചെയ്യുകയുള്ളൂ.